പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരിക്കുമുള്ള ധ്യാനചിന്ത മറ്റ് പലതാണെങ്കിലും ഇത് വിട്ടുകളയാൻ പാടില്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് തരണേ. ഫിലിപ്പോസേ, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ആലോചിച്ച് നോക്കിയേ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സങ്കടം പറയുന്ന ടോണിലതൊന്ന് നോക്കി. ഫിലിപ്പോസ്, ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും തിരുഹൃദയ നടയിലിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ പോലും ഒരുപാട് പള്ളികൾ നമ്മുടെ കൺമുന്നിലുണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തിരുഹൃദയത്തിൻ്റെ തിരുസ്വരൂപമുണ്ട്. പോകുന്ന വഴികളിലൊക്കെ കപ്പേളകളുണ്ട്. വെറുതെ ഒന്ന് മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ധ്യാനചിന്തകളുണ്ട്. മിക്കവാറും എല്ലായിടത്തും ഇങ്ങനെ വചനം പ്രഘോഷിക്കുന്ന മനുഷ്യരുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ എന്നെ അറിഞ്ഞിട്ടില്ലല്ലോ. കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നത്, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത്രയും കാലം ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു നടന്നിട്ടും നീ എന്നെ അറിഞ്ഞിട്ടില്ലല്ലോ. ഫിലിപ്പോസിൻ്റെ കൂടെ മറ്റ് ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് ഇങ്ങനെ 3 വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ പാത്രത്തിൽ നിന്നുണ്ട്, ഒരേ പായിൽ കിടന്നുറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. കർത്താവ് വിജന സ്ഥലത്തോട് രാത്രി പോയി എന്നൊക്കെ പറയണേ. എന്നാലും അവരുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ 2-3 വർഷം? അവരിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും സ്വന്തം ജീവനടക്കം ഇങ്ങനെ പകുത്തു കൊടുത്തുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളിലും അവൻ്റെ അഭിപ്രായം തേടിയിരുന്നു. ഓരോ തവണയും അവർക്ക് സംരക്ഷണ പുതപ്പായി മാറിയിരുന്നു. യഹൂദന്മാരൊക്കെ ആക്രമിക്കാൻ വരുന്ന നേരത്തെ, അതായത് ഇവരെ സാപത്ത് ലംഘിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ ശിഷ്യന്മാർക്ക് ഒരു സംരക്ഷണമായി, ഒരു കവചം കണക്ക് കർത്താവ് എപ്പോഴും കൂട്ടുനിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ഒരാൾ തിരിച്ച് ശിഷ്യന്മാരോട് പറയാണ്, നീ ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ട് ഫിലിപ്പോസ് നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ഇത്രയും കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ? അത് കർത്താവിനത് ചോദിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇവരിൽ പലരുമാണ് വന്ന് നീ നിൻ്റെ രാജ്യത്തായിരിക്കുമ്പോൾ ഇടത്തും വലത്തിരിക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അമ്മയോട് റെക്കമെൻഡ് ചെയ്യിക്കുന്നത്. ഇവര് പരസ്പരമാണ് സ്വർഗരാജ്യത്തിലെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള സ്ഥാനത്തിന് വേണ്ടിയിട്ട് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ തന്നെയാണ് ഒരു അപ്പം വർദ്ധിപ്പിച്ച് കണ്ടിട്ടും അടുത്തതിനി മനുഷ്യർക്ക് എങ്ങനെ അപ്പം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ ഉപേക്ഷിച്ചു, ഇനി നിനക്ക് വേണ്ടി ഇതൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടതെന്നൊക്കെ ചോദിച്ച് അവനെ മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ. ദൈവമായിട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ അതിൻ്റെ പല പ്രയാസങ്ങളും അവർ തന്നെ അനുഭവിക്കുന്നുണ്ട്. അവൻ്റെ കൂടെ നടന്നുപോയ ശിഷ്യന്മാരിൽ ഒരാളും വിളിച്ചു പറയാത്തൊരു കാര്യമാണ് ബർത്തമിയൂസ് വിളിച്ചു പറയണേ, ദാവീദിന്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കുന്നത്. ഇത് ഒരിക്കൽ പോലും ശിഷ്യന്മാർ പറഞ്ഞിട്ടില്ല. ഈ ഫിലിപ്പോസ് പോലും പറഞ്ഞിട്ടില്ല. നീ ദാവീദിന്റെ പുത്രനായ മിശിഹായാണെന്ന് അവർ പറഞ്ഞു. നീ സജീവ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസ്ലീഹ ഒരു തവണ വിളിച്ചു പറയണതല്ലാതെ അതും സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുമുണ്ട്. ഇവരാരും കർത്താവിനെ ഇങ്ങനെ ദൈവമായിട്ട് ഉദ്ഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും തിക്കിത്തിരക്കുന്ന സ്ഥലത്ത് ഒരു രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കിട്ടുന്നു. എന്തുകൊണ്ടാണ് ഈ ഈശോയുടെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു അനുഭവം വരാതിരുന്നത്? അവരവനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള കർത്താവിൻ്റെ സങ്കടം വെറുതെ ഒരു ചിന്തയായിരുന്നില്ല, വെറുതെ ഒരു തോന്നലായിരുന്നില്ല എന്നുള്ളത്. അവരവനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് സത്യം. ഇത്രയും കാലം കൂടെ നടന്നിട്ട് ഫിലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ? അവനെ അന്വേഷിച്ച ആളുകൾ വരുമ്പോൾ കർത്താവ് അവരോട് കൊടുക്കുന്നൊരു ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്. ശിഷ്യന്മാരും അതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ അവൻ്റെ കൂടെ നടന്നത്. അതുകൊണ്ടല്ലേ അവനെ പിടിച്ചപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചിതറിപ്പോയത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കർത്താവിന് ഒറ്റ കൊടുത്തിട്ടാണെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് ആൾ ശ്രമിച്ചത്. അതുകൊണ്ടാണല്ലോ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞത്. തങ്ങൾ ഉദ്ദേശിച്ച ഒരു രാജാവിനെ കാണാതായപ്പോൾ ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞിട്ട് ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നതിൽ നിന്ന്, ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു വ്യത്യാസമില്ല അവൻ്റെ ശിഷ്യന്മാർക്ക്. ഫിലിപ്പോസ്, ഇത്രയും കാലം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ.
ഓശാന പാടിയ മനുഷ്യര് അവൻ രാജാവാണെന്ന് ഓർത്തിട്ടാണ് പാടിയത്, ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് ഇവർ ഉദ്ദേശിച്ച പോലുള്ള രാജാവല്ലെന്ന് മനസ്സിലാകുമ്പോൾ അവർ പറയണത് ഇവനെ ക്രൂശിക്കുക എന്നുള്ളത്. എൻ്റെ കർത്താവിനെ ദൈവമായിട്ട് തിരിച്ചറിയുന്നിടത്തോളം കാലം ഞാനിങ്ങനെ പള്ളിയിൽ പോകുന്നത് പകുതി മനസ്സോടെയായിരിക്കും. എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് തിരിച്ചു ചോദിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. പലരെയും വഴിതെറ്റിക്കുന്ന വിധത്തിൽ എൻ്റെ നാവിൽ നിന്ന് അബദ്ധ വിശ്വാസങ്ങൾ, അബദ്ധ ചിന്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ചോദ്യം വേണ്ടെന്നല്ല, പക്ഷെ അറിയാനായിട്ടുള്ള ചോദ്യം അല്ലല്ലോ. തർക്കിക്കാനും തോൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളത് മിക്കവാറും. കർത്താവിനെ ദൈവമായി തിരിച്ചറിയുന്നതോടുകൂടെ വചനം പറയും, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല. ഒന്നും ചോദിക്കാതെ പരിപൂർണമായി അവൻ്റെ സംരക്ഷണത്തിലും കരുതലിലും പരിപൂർണമായി ജീവിതം അങ്ങടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ട് ഈ പരിശുദ്ധ കുർബാന നമ്മളോട് ചോദിക്കും, ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഞാനിങ്ങനെ ബന്ധനസ്ഥനായി സ്വർഗം വിട്ടിറങ്ങി വന്നിരുന്നിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ കൂടെ വന്നിരിക്കുന്നില്ലല്ലോ. ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? വിശുദ്ധരോട് കർത്താവ് പറയുന്ന പരാതികളിലൊന്നതാണ്, ആരും എന്നെ സന്ദർശിക്കാൻ വരുന്നില്ല എന്നേ. ഇൻസിനോ ജീസസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അങ്ങനെ ഒരു പ്രയാസം നമ്മൾ കാണണേ. ഒരാളും എൻ്റെ സന്നിധിയിൽ വന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നില്ല. ഈ വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയും, എത്ര കാലം നിങ്ങളുടെ കയ്യിലുണ്ടോ, ഒന്നും മറിച്ചു പോലും നോക്കണില്ലല്ലോ. താഴെ ഒരു നിമിഷം പോലും താഴെ വയ്ക്കാത്തൊരു മൊബൈൽ ഫോണ് ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതല്ലേ. എന്നിട്ട് അതൊന്ന് എടുത്തു മാറ്റി അതില്ലാതെ ജീവിക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് പറ്റണില്ല. കാലങ്ങളായിട്ട് നിങ്ങളുടെ കൂടെയുള്ള എൻ്റെ സ്വർഗത്തിൻ്റെ ലവ് ലെറ്റർ, എൻ്റെ തന്നെ സംസാരങ്ങൾ, അതൊന്ന് കേൾക്കാനോ അതൊന്ന് അനുഭവിക്കാനോ അതൊന്ന് മനസ്സിലാക്കാനോ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് മറിച്ച് നോക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്താണെന്ന് നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. പരിശുദ്ധ കുർബാനയോ പരിശുദ്ധ വചനത്തെയോ കൂദാശകളെയോ ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല നമുക്ക്. ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ദൈവം കൂടെ നടക്കുന്ന ജനത എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ അസ്വസ്ഥരായി, സങ്കടപ്പെട്ട്, തളർന്ന്, നിരാശരായി, ബലമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്നെ അറിഞ്ഞില്ലല്ലോ. കർത്താവേ, നിന്നെ നീയായി അറിഞ്ഞുകൊണ്ട് നിന്നിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാൻ ഞങ്ങളിതാ മുട്ടിന്മേലായിരിക്കുന്നു. തെളിച്ചം തന്ന് ആശീർവദിക്കുന്നു. പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നീ ദൈവമാണെന്നറിയാൻ, നിന്നെ ദൈവമായിട്ട് തിരിച്ചറിയാൻ ഒരു വലിയ വെളിച്ചം ഞങ്ങളെ ഈ രാത്രി പൊതിയണേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ജ്ഞാനം കൊണ്ടും തെളിച്ചം കൊണ്ടും ഞങ്ങളെ ഈ രാത്രി പ്രകാശിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ തിരിച്ചറിയാനായിട്ടുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ നമുക്കിന്ന് രാത്രിയിൽ ദർശനത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ